നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ 36ാം വാർഷിക പൊതുയോഗം നടന്നു. ആനമല റോഡിലെ ഷോളയാറിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ചാലക്കുടി ടൗൺ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര പാണൻ സമാജം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൊടകര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിന് യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് KA കുട്ടൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TP ബാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ, സംസ്ഥാന ട്രഷറർ ബിന്ദു സുനിൽകുമാർ, യൂണിറ്റ് ട്രഷറർ TB ജഗതി എന്നിവർ സംസാരിച്ചു. അച്ഛനമ്മമാരോട് പറയുന്ന മക്കളെ വീട്ടിലിരിക്കുന്ന നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പറയുക. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് നല്ല ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറയുക. സ്കൂളിൽ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികളെ കാര്യം നോക്കണ്ട. 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ വളരെ സ്കൂളിൽ പോയിട്ട് അച്ഛനമ്മമാർ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ. ട്രഷറർ ബിന്ദു സുനിൽകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ശിവശങ്കരൻ, മറ്റ് യൂണിറ്റുകളിൽ നിന്നൊക്കെ. ആനമല റോഡിലെ ഷോളയാറിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ബൈക്ക് യാത്രക്കാർ ബൈക്കുകൾ റോഡിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിനടുത്തു വെച്ചായിരുന്നു സംഭവം. റോഡിലെ വളവിൽ നിൽക്കുകയായിരുന്ന കാട്ടാന ബൈക്ക് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആന നിന്നിരുന്ന ഭാഗത്തേക്ക് എത്തിയതോടെ കാട്ടാന ബൈക്കുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഉടനെ ബൈക്കുകൾ റോഡിൽ ഉപേക്ഷിച്ച് ബൈക്ക് യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. റോഡിൽ വീണ് കിടന്ന ബൈക്കുകൾക്കരികിലേക്ക് കാട്ടാന ഓടി വന്നെങ്കിലും ഒരു കാർ വന്നതിനാൽ മുന്നോട്ടു പോയില്ല. ഏറെ നേരം റോഡിൽ നിന്ന കാട്ടാന വനത്തിലേക്ക് കയറിപ്പോയ ശേഷമാണ് യുവാക്കൾ ബൈക്കെടുത്ത് യാത്ര തുടർന്നത്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. 36ാം വാർഷിക പൊതുയോഗം പ്രസിഡന്റ് PK കിട്ടന്റെ അധ്യക്ഷതയിൽ നടന്നു. വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അംഗീകരിച്ചു. ഉപദേശക സമിതി അംഗം VK ശ്രീധരൻ, NP ഷിൻഡോ, PP സുബ്രഹ്മണ്യൻ, അനീഷ് ഹാറൂൺ റഷീദ്, C മുകുന്ദൻ, PT വിൽസൺ, മാർട്ടിൻ മേനാച്ചേരി എന്നിവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി PK കിട്ടൻ പ്രസിഡന്റ്, EK മോഹൻദാസ് വൈസ് പ്രസിഡന്റ്, NP ഷിൻഡോ സെക്രട്ടറി, PP സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി, C മുകുന്ദൻ ട്രഷറർ എന്നിവരെയും സബ് കമ്മിറ്റി കൺവീനർമാരായി അനീഷ് ഹാറൂൺ റഷീദ് സാഹിതി ഗ്രാമിക, KC ഹരിദാസ് പ്രതിമാസ ചർച്ചാവേദി, PR സെബാസ്റ്റ്യൻ വിനോദ പഠനയാത്ര എന്നിവരെയും തിരഞ്ഞെടുത്തു. പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയിലിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മാപ്രാണം ലാൽ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ബൈക്ക് അപകടം നടന്നത്. മാപ്രാണം സ്വദേശിയായ 43 വയസ്സുള്ള കുറ്റിക്കാടൻ വീട്ടിൽ ഷൈജുവാണ് മരിച്ചത്. ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ് ഭാര്യയെയും കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം മറ്റു 2 കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ചുകയറി അപകടം നടന്നത്. അപകട സമയത്ത് മഴയുണ്ടായിരുന്നു. ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എഡ്വിൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. കുറച്ചു ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല. അമ്മ റോസിലി, ആൻസിയാണ് ഭാര്യ. എവ്ലിൻ, എഡ്വിൻ, ഇവാൻ എന്നിവരാണ് മക്കൾ. ചൊവ്വാഴ്ച 11 മണിക്ക് സംസ്കാരം മാപ്രാണം ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിലർ ബൈജു കുറ്റിക്കാടന്റെ സഹോദരനാണ് ഷൈജു. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ചാലക്കുടി ടൗൺ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ചാലക്കുടി ടൗൺ NSS കരയോഗ ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചാലക്കുടി നഗരസഭ ഉപാധ്യക്ഷ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് I സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. KB മുരളീധരൻ, കരയോഗം സെക്രട്ടറി, പ്രോഗ്രാം കോർഡിനേറ്റർ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു.
ഡോക്ടർമാരെ, അഡ്ലക് ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട ഡോക്ടർ, സ്റ്റാഫ് അംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. വർണ്ണശബളമായ ഒരു ഗോൾഡൻ ജൂബിലിയുടെ പരിപാടി ഇന്നലെ കഴിഞ്ഞു. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. NSSന്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റലുമായി ചാലക്കുടി NSS കരയോഗം വനം വകുപ്പ് അധികൃതരുടെ അനാസ്ഥ. എച്ചിപ്പാറയിൽ 2 യുവാക്കളെ കൊണ്ട് രാജവെമ്പാലയെ പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. യാതൊരുവിധ സുരക്ഷയും മുൻകരുതലുമില്ലാതെ എച്ചിപ്പാറയിലെ യുവാക്കളാണ് കൊടും വിഷമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. എച്ചിപ്പാറ പുഴയോരത്തെ കരിങ്കൽക്കെട്ടിൽ കയറിയ രാജവെമ്പാലയെ നാട്ടുകാരാണ് ആദ്യം കണ്ടത്. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ നാട്ടിലെ ചെറുപ്പക്കാരോട് പാമ്പിനെ പിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 യുവാക്കളും ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പാമ്പിനെ പിടിക്കാൻ ശ്രമം തുടങ്ങി. കരിങ്കല്ലുകൾ മാറ്റുന്നതിനിടെ പാമ്പ് പുറത്തേക്ക് ചാടി. കൂടെയുള്ള ഒരാൾ പാമ്പിന്റെ വാലിൽ പിടികൂടിയെങ്കിലും പത്തി വിടർത്തി കൊത്താൻ ഒരുങ്ങുന്നതും പിന്നീട് പാമ്പ് കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയുമായിരുന്നു. ഇതിനിടെ പാമ്പ് പലതവണ യുവാക്കൾക്ക് നേരെ തിരിഞ്ഞു. കഷ്ടിച്ചാണ് യുവാക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. പുഴയിലേക്ക് പാഞ്ഞ പാമ്പിനെ യുവാക്കൾ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പാമ്പിനെ പിടികൂടുന്ന സമയത്ത് വനം വകുപ്പിലെ ഉന്നതരും ഉണ്ടായിരുന്നതായി പറയുന്നു. സമീപത്തുണ്ടായിരുന്നവർ എടുത്ത വീഡിയോ പുറത്തു വന്നതോടെ വനപാലകർക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. റെസ്ക്യൂ ടീമിനെ അറിയിക്കാതെ യാതൊരു പരിചയവും ഇല്ലാത്ത പ്രദേശവാസികളായ യുവാക്കളെ ഉപയോഗിച്ച് രാജവെമ്പാലയെ പിടികൂടാൻ പ്രേരിപ്പിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ HRPM ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ആവശ്യപ്പെട്ടു. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് മുകളിൽ ടിപ്പർ ലോറി കാറിലിടിച്ചു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അങ്കമാലിയിൽ നിന്ന് പാലക്കാട്ടേക്ക് കരിങ്കല്ല് കയറ്റാൻ പോവുകയായിരുന്ന ടോറസ് ലോറിയിൽ എറണാകുളത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയായിരുന്നു കാർ. ഒരേ ദിശയിൽ മുൻപിൽ പോയിരുന്ന കാർ ലോറിയിൽ തട്ടി നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം കറങ്ങിയതോടെ ലോറിയുമായി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ഹാൻഡ് ബ്രേക്ക് കൂടി പിടിച്ചു നിർത്താൻ സാധിച്ചതിനാൽ ലോറി മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് മറിയാതെ നിർത്താൻ സാധിച്ചതായി ലോറി ഡ്രൈവർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ ഫോറൻസിക് വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. ചാലക്കുടി നഗരസഭ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഏപ്രിൽ 27-ാം തീയതി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ MCFന് തീപിടിച്ചിരുന്നു. തീ അണയ്ക്കാൻ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി ഉപയോഗിക്കാൻ ഫയർഫോഴ്സ് നോക്കിയപ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കിയ ഉപകരണങ്ങൾ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നത് മനസ്സിലായത്. ഇതിനെ തുടർന്ന് നഗരസഭ ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത്. നഗരസഭയിലുള്ള താക്കോൽ ഉപയോഗിച്ച് കൃത്യമായ ഉപകരണങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ് മോഷണം നടത്തിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഉപകരണങ്ങൾ നഷ്ടമായിരിക്കുന്നതിനാൽ ശക്തമായ അന്വേഷണം നടത്തി പ്രതികളെ വെളിച്ചത്തു കൊണ്ടുവരുമെന്ന് ചെയർമാൻ എബി ജോർജ് പറഞ്ഞിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6665 രൂപ, പവന് 53,320 രൂപ. ശോഭയിൽ
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ 36ാം വാർഷിക പൊതുയോഗം നടന്നു. ആനമല റോഡിലെ ഷോളയാറിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ചാലക്കുടി ടൗൺ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.